സുഹൃത്തുക്കളെ, കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരിൽ നിന്നും വരുന്നത് ഏറ്റവും സങ്കടകരമായ വാർത്തയാണ്. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി കാറിനുള്ളിൽ കുടുങ്ങി ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവളെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിനിടയിൽ ഭർത്താവിന് ഗുരുതരമായി പൊള്ളലേൽക്കുകയും അദ്ദേഹം ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയുമാണ്. ഈ വർഷം തിരുവനന്തപുരം ജഗതിയിലും കൊച്ചി എടപ്പള്ളിയിലുമടക്കം സമാനമായ തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു വലിയ ജീവഹാനിയുണ്ടായത് അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. ഷോർട്ട് സർക്യൂട്ട് മൂലം സെൻട്രൽ ലോക്കിംഗ് സംവിധാനം പെട്ടെന്ന് പ്രവർത്തനരഹിതമാകുന്നതാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങളിൽ വില്ലനാകുന്നത്. ഈ ദാരുണ സാഹചര്യത്തെ മുൻനിർത്തി നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട 10 സുരക്ഷാ നിർദ്ദേശങ്ങൾ താഴെ പറയുന്നവയാണ്. കാറിനുള്ളിൽ വിൻഡോ ഗ്ലാസ് തകർക്കാൻ സഹായിക്കുന്ന സേഫ്റ്റി ഹാമറും, സീറ്റ് ബെൽറ്റ് മുറിക്കാൻ ബെൽറ്റ് കട്ടറും ഡ്രൈവർക്ക് കയ്യെത്താവുന്ന ദൂരത്ത് കരുതുക. വാഹനങ്ങളിൽ വരുത്തുന്ന അനധികൃതമായ ഇലക്ട്രിക്കൽ മാറ്റങ്ങളും അധിക ലൈറ്റുകളും പൂർണ്ണമായും ഒഴിവാക്കുക. ചെറിയൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വാഹനത്തിൽ സൂക്ഷിക്കുന്നത് ശീലമാക്കുക. യാത്രക്കിടയിൽ എന്തെങ്കിലും കരിഞ്ഞ മണമോ പുകയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകാതെ വാഹനം നിർത്തി എല്ലാവരെയും പുറത്തിറക്കുക. തീപിടുത്തമുണ്ടായാൽ ബോണറ്റ് പെട്ടെന്ന് തുറക്കരുത്, കാരണം ഇത് ഓക്സിജൻ ലഭിച്ച് തീ ആളിപ്പടരാൻ കാരണമാകും. കൃത്യസമയത്ത് വാഹനത്തിന്റെ സർവീസിംഗും വയറിംഗ് പരിശോധനയും നടത്തുന്നത് അപകട സാധ്യത കുറയ്ക്കും. ഗ്ലാസ് തകർക്കേണ്ടി വന്നാൽ വശങ്ങളിലെ ഗ്ലാസിന്റെ മൂലകളിൽ ശക്തിയായി അടിക്കുക. വാഹനത്തിൽ എപ്പോഴും ഒരു കുപ്പി വെള്ളം കരുതുന്നത് അടിയന്തര പ്രഥമ ശുശ്രൂഷയ്ക്ക് സഹായിക്കും. ഇന്ധന പൈപ്പുകളിലെ ചോർച്ച ദിവസവും പരിശോധിക്കുന്നത് ശീലമാക്കുക. ഏറ്റവും പ്രധാനമായി, ചെറിയ ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങുമ്പോൾ ഗർഭിണികളെയോ കുട്ടികളെയോ പ്രായമായവരെയോ കാറിനുള്ളിലിരുത്തി ലോക്ക് ചെയ്ത് AC ഓൺ ആക്കി പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇത്തരം ഗൗരവകരമായ അറിവുകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യാനും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കായി ഈ വിവരം ഷെയർ ചെയ്യാനും മറക്കരുത്.